അവർ ടൂർ .1961 എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വില്യം ഷേക്സ്പിയറുടെ ജന്മസ്ഥലം കണ്ടുകഴിഞ്ഞ ഞങ്ങൾ പിന്നീട് നേരെ പോയത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും അതിൻ്റെ പരിസര പ്രദേശങ്ങളും കാണുവാനാണ്. പൊതുവെ യൂറോപ്പിൽ കാണുന്ന വീടുകളുടെ ഒരു ശൈലിയാണ് ഈ കാണുന്നതെല്ലാം. ടാറിട്ട റോഡിൻ്റെ ഇരുവശവും കോൺക്രീറ്റ് ചെയ്ത് വൃത്തിയാക്കിയിരിക്കുന്നതിനാൽ മണ്ണും മറ്റും റോഡിൽ കാണുകയില്ല. ഞങ്ങൾ ഓക്സ്ഫോർഡിലെത്തി അവിടെ ആദ്യം കാണാൻ പോയത് ഒരു മ്യൂസിയമാണ്. ഈ മ്യൂസിയത്തിൻ്റെ 1-ാം നിലയിൽ ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങളാണ് മുഴുവൻ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് വരാഹമൂർത്തിയുടെ ശില്പമാണ്. നോർത്ത് ഇന്ത്യയിലെ മധ്യപ്രദേശിൽ നിന്നോ ബീഹാറിൽ നിന്നോ കിട്ടിയ ശില്പമാണ് ഇതെന്ന് അവിടെ എഴുതി വച്ചിരിക്കുന്നു. ശിവപാർവതി ശില്പം, മഹാവിഷ്ണു തുടങ്ങിയ ഗണപതി തുടങ്ങിയ അനവധി ശില്പങ്ങളുണ്ട് ഇവിടെ. അനവധി വ്യാളീമുഖങ്ങളും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഇതെല്ലാം ലണ്ടനിലെ മ്യൂസിയത്തിൽ എങ്ങനെ എത്തി എന്ന് ഞങ്ങൾ അതിശയിച്ചു പോയി. ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള പലതരം പ്ലേറ്റുകളും മറ്റുമാണ് ഈ കാണുന്നത്. ഇതെല്ലാം ചൈനയിൽ നിന്നുള്ള സാധനങ്ങളാണത്രേ. ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമാണ് ഈ കാണുന്നത്. ഇതുകൂടാതെ നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയും ഞങ്ങൾ അവിടെ കണ്ടു. ബുദ്ധൻ്റെ പ്രതിമയും ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു. ജൈനന്മാരുടെ പ്രതിമയും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഓടിലും ചെമ്പിലും പഞ്ചലോഹത്തിലും നിർമ്മിച്ച അനവധി വിഗ്രഹങ്ങളും ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു. ഈ അർച്ചനാ വിഗ്രഹങ്ങളെല്ലാം എങ്ങനെ ഇവിടെ വന്നു എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയായാലും ഇതൊന്നും ഇവരുടേതല്ല എന്നുള്ളത് തീർച്ചയാണ്. നന്ദിയെ കണ്ട് ഞങ്ങൾ തൊഴുതു നിന്നുപോയി. ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ കീഴിലായി മൊത്തം 39 കോളേജുകളുണ്ട്. ഓക്സ്ഫോർഡ് സർവകലാശാലയ്ക്ക് വളരെ വൈവിധ്യമാർന്ന ഒരു ചരിത്രമുണ്ട്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ സർവകലാശാലകളിൽ ഒന്നാണ് ഓക്സ്ഫോർഡ് സർവകലാശാല. 1096 സ്ഥാപിതമായതായി കരുതപ്പെടുന്നു. ഇത് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ സർവകലാശാലയാണ്. ഓക്സ്ഫോർഡ് ഡിക്ഷണറി വളരെ പ്രസിദ്ധമാണല്ലോ. ഞങ്ങൾ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലൂടെ മുന്നോട്ട് നടന്നു. ഓക്സ്ഫോർഡ് സർവകലാശാലയ്ക്ക് സമ്പന്നമായ ഒരു പാരമ്പര്യമുണ്ട്. കൂടാതെ നിരവധി പ്രശസ്തരായ പണ്ഡിതന്മാരെയും രാഷ്ട്രീയക്കാരെയും ശാസ്ത്രജ്ഞന്മാരെയും ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.
റോഡിൻ്റെ രണ്ട് വശവും അനവധി റെസ്റ്റോറൻറ്റുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ റോഡരികിൽ കണ്ട ഒരു കാഴ്ച ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. ഒരു ഗായകൻ മൈക്കും സ്പീക്കറുമെല്ലാം വെച്ച് നല്ലൊരു ഇംഗ്ലീഷ് പാട്ട് പാടുന്നു. സർവകലാശാലയും അതിൻ്റെ പരിസരവും ഞങ്ങൾ വേണ്ടുവോളം കണ്ടു നടന്നു. ഈ സ്ട്രീറ്റിൽ ബസ് സർവീസ് അനുവദിക്കുന്നില്ല. ഇയാളുടെ പാട്ട് കേൾക്കുവാൻ അനവധി ആൾക്കാർ ചുറ്റും കൂടി നിൽക്കുന്നു. ആ പാട്ടിൽ ആകൃഷ്ടരായി അനവധി പെൺകുട്ടികളും നിൽക്കുന്നത് കണ്ടു. പക്ഷേ ഒന്നും തന്നെ നമ്മുടെ നാട്ടിലേതുപോലെ പൊതുജനം ഒന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കഷ്ടിച്ച് 3 മണിക്കൂർ നേരം ഞങ്ങളവിടെ ചിലവഴിച്ചു. ഞങ്ങളുടെ ഒരു ബന്ധു അനിരുദ്ധ് ഓക്സ്ഫോർഡിൽ ജോലി ചെയ്യുന്നു. അയാളെയും ഞങ്ങൾ അവിടെ കണ്ടു. അനിരുദ്ധ് ഓക്സ്ഫോർഡിലുള്ള മെഴ്സറസ് ബെൻസിൻ്റെ കമ്പനിയിൽ ഡിസൈനറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സ്പോർട്സ് മോഡൽ കാറുകൾ. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും 2-3 മണിക്കൂറായി. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്.